ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു വെയിറ്റ് ലോസ് ലഞ്ച് തയ്യാറാക്കിയാലോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം കഴിക്കുന്നുണ്ട്. അപ്പം എൻ്റെ വണ്ണം അങ്ങ് കൂടുന്നുണ്ട്. അപ്പം ചോറ് ഒഴിവാക്കാൻ പറഞ്ഞപ്പോൾ ചോറിന് പകരം ചപ്പാത്തി പറ്റുമോ? അതും പറ്റത്തില്ല. പക്ഷെ എനിക്ക് ചോറ് അവോയ്ഡ് ചെയ്താൽ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം ചോറ് ഞാൻ 2 സ്പൂൺ എടുത്തിട്ട് ബാക്കി നമുക്ക് ഇതുപോലെ ഒരു ചെറിയൊരു വെജിറ്റബിൾ ബിരിയാണി എന്ന് പറയാനൊന്നും പറ്റത്തില്ല. അതിൻ്റെ കണ്ടൻറ്റൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. എന്നാലും ഇത് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. പക്ഷേ എനിക്കതിൽ ഞാൻ സംതൃപ്തിയാണ്. നമുക്ക് ആ ചോറ് കഴിക്കാത്തതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനൊന്നുമില്ല. ഞാൻ 2 സ്പൂണാകെ ചോറ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലൂടെ ഞാൻ ഉണക്കമുന്തിരിങ്ങയും പീനട്ടൂടെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതാണ് മെയിൻ കഴിക്കേണ്ടത്: ഒരു ക്യാരറ്റ്, ബീട്രൂട്ടിൻ്റെ ഒരു 1/4 ഭാഗം, സവാളയുടെ പകുതി, പിന്നെന്തോ എടുത്തത് നമ്മൾ കറിവേപ്പില, ഇഞ്ചി, ഒരു ചെറിയ ഇഞ്ചി, വെളുത്തുള്ളി, കാന്താരി. ഇത് നമുക്ക് ഒരു 1/2 സ്പൂൺ എണ്ണയ്ക്കകത്ത് അത്രയും മാത്രം ഒഴിക്കാം കേട്ടോ. കടുക് പൊട്ടിച്ചെടുക്കാം. ഞാൻ ഒരു 1/2 സ്പൂണിൻ്റെ ഒരു പകുതി, ഒരു 1/4 സ്പൂൺ എന്ന് വെച്ചാൽ എനിക്ക് മാത്രം പ്രിപ്പയർ ചെയ്യുവാണേ. ഇവിടെ എല്ലാവർക്കും നല്ല ടേസ്റ്റി ഫുഡൊക്കെ വേണമല്ലോ, അവർക്കൊക്കെ നല്ലതുപോലെ ചെയ്തേ പറ്റൂ. അപ്പം ഞാൻ ഒരു 1/2 സ്പൂൺ അതിൻ്റെ പകുതി പോലും ഒഴിച്ചില്ല. അപ്പോൾ അതിനകത്ത് ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് നമ്മുടെ ഈ നട്ട്സ് അല്ലല്ലോ, പീനട്ട്. നട്ട്സ് ഒത്തിരി കഴിച്ചാൽ യൂറിക് ആസിഡ് കൂടും. അതുകൊണ്ടാണ് പീനട്ട് എടുത്തത്. പീനട്ടും പിന്നെ നമ്മുടെ എന്താ പറയുക, ഉണക്കമുന്തിരിങ്ങ അല്ലെങ്കിൽ റൈസിൻസ് ഇതുകൂടെ ഒന്ന് ജസ്റ്റ് ഇടാം. ഇത് ഒരു 2 നേരത്തേക്കാണ്, ഒരു നേരത്തേക്കല്ല. അല്ലെങ്കിൽ ഒന്ന് ലഞ്ചിന് കഴിക്കുക, അല്ലെങ്കിൽ സപ്പർ കഴിക്കുക. അപ്പോൾ ഇതൊന്ന് വാടി ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞോടനെ നമ്മുടെ പച്ചക്കറി ഇടുക. വളരെ സിമ്പിളാണ്. എന്നാൽ നമുക്ക് ചോറ് കഴിച്ചില്ല എന്നൊരു ഫ്രസ്ട്രേഷനും ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് വാടി കഴിയുമ്പോൾ മുന്തിരിങ്ങയും പിന്നെ പീനട്ടും ഒക്കെ ഒന്ന് വാടി കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാം കൂടെ അങ്ങ് തട്ടാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ കഴിക്കുമ്പോണ്ടല്ലോ, നമ്മൾ അറിയാതെ പച്ചക്കറി അകത്തേക്ക് പിന്നെ എന്നാ ചോറ് കഴിച്ചിടുന്നുള്ള വിഷമവും വേണ്ട. മനസ്സിലായി? എനിക്ക് അതിനകത്ത് ഒത്തിരി പ്രയോജനമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഈ പച്ചക്കറി എടുക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറി എടുക്കാം. കടല എടുക്കാം, പിന്നെ അതുപോലെ ക്യാബേജ് എടുക്കാം. മനസ്സിലായി? തൈറോയിഡുള്ളവർ ക്യാബേജ് കഴിക്കരുത്. ക്യാബേജ് എടുക്കാം. അങ്ങനെ പല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ എടുത്ത് ഇതുപോലെയൊക്കെ ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് ഈ റൈസ്, ചപ്പാത്തി എല്ലാം ഈ സെറിയൽസ് എല്ലാം ഒരുപോലെയാണ്. അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ വലുതായിട്ടൊന്നുമില്ല. ഇപ്പം റാഗിയോ എല്ലാം, ചോറും അരിയും ഗോതമ്പും പിന്നെ എന്താ പറയുക റവയും എല്ലാം ഏകദേശം ഇതിൻ്റെ. പിന്നെ മൈദ ഒത്തിരി കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊക്കെ ഒന്ന് കുറച്ചിട്ട്, എനിക്കാണെങ്കിൽ ഒരു 2 സ്പൂൺ ചോറെങ്കിലും കഴിച്ചില്ല ഒരു വിഷമം. അതുകൊണ്ട് ഞാൻ ആലോചിക്കുന്നത് എന്ത് ചെയ്യും. അപ്പം ഞാൻ പച്ചക്കറിങ്ങനെ എങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ആ ഒരു ഫ്രസ്ട്രേഷൻ ഇല്ല. ചോറ് കഴിക്കാത്തതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ഇല്ല. അപ്പോൾ നമ്മളൊന്ന് വാടി കഴിയുമ്പം നമുക്ക് എന്ത് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഉപ്പിട്ടോണേ. ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ 2 സ്പൂൺ ചോറ് ഉണ്ട്. ഇത് കൂടുതൽ കുറഞ്ഞെങ്കിലേ ഉള്ളൂ, കൂടിയിട്ടില്ല. അപ്പോൾ ഇതുകൂടി ഇട്ടൊന്ന് ഇളക്കി എടുക്കാം. അപ്പോൾ ഇതൊന്ന് കിടക്കട്ടെ, ജസ്റ്റ് അതൊന്ന് പിടിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ ചോറൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് നമ്മൾക്കൊരു മുട്ടയും കൂടെ ഇതിനകത്തോട്ട് ഒഴിക്കാം. ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് ചോറിടുന്നതിന് മുമ്പ് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാൻ നേരത്തെ ഇങ്ങനെ മുട്ട ഡയറക്റ്റ് പൊട്ടിച്ചൊഴിക്കരുത്. ഇങ്ങനെ മുട്ട എടുത്തിട്ട് അതിനകത്ത് കുറച്ച് കുരുമുളക് കൂടിയിട്ട് ഇതൊന്ന് നല്ലോണം സ്ക്രാമ്പിൾ ചെയ്തിട്ട് നമുക്കിതിലൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇത് ഒന്ന് പൊട്ടി എന്നിട്ട് കുരുമുളകൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് സ്ക്രാമ്പിൾ ചെയ്തിട്ട് വേണമെങ്കിലും റൈസ് ഇട്ടാൽ മതി. അത് ഓരോരുത്തരുടെ ഇഷ്ടം. ഞാനങ്ങനെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ വേവിച്ച് നമ്മുടെ മുട്ടയും ഈ പച്ചക്കറി ചോറും അപാര ടേസ്റ്റാണ് കേട്ടോ. ഒരു ഫ്രസ്ട്രേഷനും നമുക്കില്ല. ചോറ് കഴിച്ചില്ല എന്നുള്ള ഇതുമില്ല. എന്നാൽ പച്ചക്കറി ഇത്രയും നമ്മുടെ ഉള്ളിൽ ചെല്ലുന്നതുകൊണ്ട് നല്ല ഫില്ലിംഗ് ആണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഞാൻ ഒരു ചെറിയ ഒരു ബൗള് തൈര് കൂടെ കഴിക്കും. വേറെ മീൻകറിയൊക്കെ ഇരിപ്പുണ്ട്, തോരനിരിപ്പുണ്ടല്ലോ. പക്ഷെ ഞാൻ ഇത്രയും പച്ചക്കറി ആഡ് ചെയ്യുന്നുണ്ട്. തോരൻ വേണമെങ്കിൽ കഴിക്കാം. അപ്പം ഞാൻ വേറെ അപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഹെൽത്തിയായ ലഞ്ച് റെഡിയായി. വളരെ ടേസ്റ്റാണ്. ഞാൻ ഇത് 1-2 തവണ കഴിച്ചിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ ഇത് പ്രഷറുള്ളവർക്ക് നല്ലതാണ്. ബീട്രൂട്ട്, കാന്താരി, ഡയബറ്റിക് ഉള്ളവർക്ക് നല്ലതാണ്. ഒത്തിരി ഉപ്പൊന്നും ആഡ് ചെയ്തില്ല. കൊളസ്ട്രോൾ ഉള്ളവർക്ക് നല്ലതാണ്. വെളിച്ചെണ്ണയൊന്നും അധികം ആഡ് ചെയ്തില്ല കേട്ടോ.
അപ്പോൾ നല്ല നമ്മുടെ വീട്ടിൽ തന്നെ ഉറയൊഴിച്ച തൈരാണ്. ഞാനതിനകത്ത് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം. അപ്പം വേറെ ഒന്നും കഴിക്കേണ്ടതില്ല എന്ന് വെച്ചാൽ പച്ചക്കറികളെല്ലാം ഇതിനകത്ത് ഉണ്ടല്ലോ. പിന്നെ തോരനൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാം, ഇതിനൊക്കെയാണ് നിങ്ങളുടെ ഇഷ്ടം. ഞാൻ വേറെ ഒന്നും എടുക്കുക, ചൂടോടെ കഴിക്കുക. ഇതാണ് നമ്മുടെ വളരെ ഹെൽത്തി ലഞ്ച് അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ലഞ്ച്. അപ്പം തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് വല്ലപ്പോഴും ആഴ്ചയിൽ നമുക്കൊരു ചേഞ്ചും ആവും, നല്ല ടേസ്റ്റും ആവും. അപ്പോൾ ഒന്ന് കഴിച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ചേർക്കാം, മല്ലിയില ചേർക്കാം കേട്ടോ. ഓരോരുത്തർക്കും ഓരോ വെറൈറ്റി ആണല്ലോ, ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളുണ്ടല്ലോ, അതെല്ലാം നമുക്ക് ചേർക്കാം. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം. അപ്പം ഇതൊന്ന് കഴിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വെയിറ്റും കുറയും, നിങ്ങൾക്ക് ഷുഗറോ പ്രഷറോ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അതും കുറയും. ഓക്കെ, അപ്പോൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ അതും കുറയും. അപ്പം സർവ്വരോഗ സംഹാരണിയാണ്. അപ്പോൾ ഓക്കെ, എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു, ഗോഡ് ബ്ലെസ് യു ആൾ. അപ്പം ഒരു കാര്യം മറക്കല്ല, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.